നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ജയിൽ ശിക്ഷകളിൽ സമൂല മാറ്റങ്ങൾ വരുന്നു. ചെറിയ കുറ്റങ്ങൾക്ക് ഇനി തടവ് കുറയും. ഇംഗ്ലണ്ടിലും വെയിൽസിലും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഇനി മുതൽ ചുരുങ്ങിയ തടവ് ശിക്ഷ ലഭിക്കില്ല. 1 വർഷത്തിൽ താഴെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഇനി സസ്പെൻഡ് ചെയ്ത് ശിക്ഷയായിരിക്കും നൽകുക. ഈ മാറ്റം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. 2 വർഷം വരെയുള്ള ശിക്ഷകൾ സസ്പെൻഡ് ചെയ്യാനും കോടതികൾക്ക് അധികാരമുണ്ട്. ജയിലുകളിലെ തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിഷ്കാരം നടപ്പാക്കുന്നത്. ചെറിയ ജയിൽ ശിക്ഷകൾക്ക് കുറ്റവാളികളെ തിരുത്താൻ കഴിവില്ലെന്ന് പുനരധിവാസ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സെൻസറിംഗ് ആക്ട് 2026 പ്രകാരമുള്ള ഈ മാറ്റങ്ങൾ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കുമെന്നും കുറ്റവാളികൾക്ക് സമൂഹത്തിൽ പുനരധിവസിക്കാൻ അവസരം നൽകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. നിലവിൽ 1 വർഷം വരെ തടവ് അനുഭവിക്കുന്ന 6000-ത്തിലധികം തടവുകാരുണ്ട്. ഇവരിലേറെയും ജയിൽ മോചിതരായി വീണ്ടും കുറ്റം ചെയ്യുന്നവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് സമൂഹത്തിനും ചിലവിനും ഒരുപോലെ ദോഷകരമാണ്. ഈ പരിഷ്കാരങ്ങൾ കോടതികളിലെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും സഹായിക്കുമെന്ന് ക്രിമിനൽ ബാർ അസോസിയേഷന്റെ ചെയർപേഴ്സൺ റിയൽ കാർമി ജോൺസ് കെസി പറഞ്ഞു. ഇത്തരത്തിൽ ജയിലുകളിൽ കൂടുതൽ ഇടം ലഭിക്കുന്നതിലൂടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് തടവ് അനുഭവിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാകും. കുഞ്ഞിന്റെ മരണത്തിൽ ചികിത്സാ പിഴവ് സമ്മതിച്ച് ആശുപത്രി. ഒരു സാധാരണ പരിശോധനയ്ക്കിടെ ഡോക്ടറുടെ പിഴവ് മൂലം രക്തസ്രാവമുണ്ടായി 3 വയസ്സുള്ള കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർ മാതാപിതാക്കളോട് ഖേദം പ്രകടിപ്പിച്ചു. വോൾവർഹാംപ്റ്റണിലെ ആരവ് ചോപ്ര എന്ന കുട്ടിയാണ് 2023 ബർമിംഗ്ഹാമിൽ കുട്ടികളുടെ ആശുപത്രിയിൽ വെച്ച് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ തുടർച്ചയായ ബയോപ്സിക്കിടെ മരിച്ചത്. ആശുപത്രി പ്രവർത്തിക്കുന്ന NHS ട്രസ്റ്റ് തങ്ങളുടെ ചികിത്സാ നിലവാരം പ്രതീക്ഷിച്ചത്ര ആയിരുന്നില്ലെന്ന് സമ്മതിക്കുകയും ഭാവിയിൽ ചികിത്സ മെച്ചപ്പെടുത്തുന്നതിനായി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആരവിനെ മികച്ച ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നതായും പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് കാരണം ആരവിനെ നഷ്ടപ്പെട്ടുവെന്നും ഇത് താങ്ങാനാവാത്ത വേദനയാണ് തങ്ങൾക്കെന്നും ഇത്തരം ദുരനുഭവങ്ങൾ മറ്റു കുടുംബങ്ങൾക്ക് ഉണ്ടാകരുതെന്നും ആരവിൻ്റെ അമ്മ അമൃത ചോപ്ര പറഞ്ഞു. ആരവിന് രക്തം കെട്ടിക്കിടക്കുന്നതിനെ തുടർന്ന് ഹൃദയാഘാതമുണ്ടായെന്നും അനാസ്ഥ മരണത്തിന് കാരണമായെന്നും കൊറോണർ നിഗമനം നടത്തി. ആരവില്ലാത്ത ലോകം ഇരുണ്ടതായി മാറിയിരിക്കുന്നതായി പിതാവ് കിഷോർ ചോപ്ര കൂട്ടിച്ചേർത്തു. നിയമപരമായ അവകാശവാദങ്ങൾ ആശുപത്രി അധികൃതരുമായി ഒത്തുതീർപ്പാക്കിയെന്നും മരണത്തിന് കാരണമായ പിഴവുകൾ ട്രസ്റ്റ് സമ്മതിച്ചെന്നും കുടുംബം അറിയിച്ചു. ഊർജ്ജ പെട്രോൾ കമ്പനികൾക്ക് ലാഭപരിധി നിർദ്ദേശം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്നുണ്ടാകുന്ന അമിതമായ ലാഭം നിയന്ത്രിക്കാൻ ഊർജ്ജ പെട്രോൾ കമ്പനികൾക്ക് താൽക്കാലിക ലാഭക്കമ്മി ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ചാമ്പ്യൻ കൂടിയായ റിച്ചാർഡ് വാക്കർ ആവശ്യപ്പെട്ടു. ഇറാൻ-ഇസ്രായേൽ സംഘർഷം കാരണം എണ്ണവിലയിലുണ്ടായ വർധനവ് ചൂഷണം ചെയ്ത് കമ്പനികൾ അമിത ലാഭം നേടുന്നതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഉപഭോക്താക്കളുടെ കഷ്ടപ്പാടുകൾ മുതലെടുത്ത് ലാഭം കൊയ്യുന്നതിനെതിരെ താൽക്കാലിക ലാഭക്കമ്മി ഏർപ്പെടുത്താൻ സർക്കാർ പരിഗണിക്കണം. ലാഭം ബിസിനസ്സുകൾക്ക് വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നികുതി നൽകുന്നതിനും ആവശ്യമാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നും അദ്ദേഹം ഒരു ലേഖനത്തിൽ കുറിച്ചു. നിലവിൽ UK-യിലുള്ള വിൻഫോൾ ടാക്സ് ലഘൂകരിക്കാൻ സർക്കാർ പദ്ധതിയിട്ടിരുന്നതായും എന്നാൽ ഇറാനിൽ നടന്ന ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ ഇതിന് മാറ്റം വരുത്തിയതായും സൂചനയുണ്ട്. സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി, കീർ സ്റ്റാർമർ, മറ്റ് മുതിർന്ന മന്ത്രിമാർ എന്നിവർ തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തും. സംഘർഷം തുടർന്നാൽ ഊർജ്ജവില വർധനവിനൊപ്പം സാമ്പത്തിക വളർച്ചയെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നും സർക്കാർ വൃത്തങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു. നിലവിൽ തന്നെ ഉയർന്നുവരുന്ന പണപ്പെരുപ്പം, പെട്രോൾ വില വർധനവ്, ഉയർന്ന പലിശ നിരക്കുകൾ എന്നിവ ഉപഭോക്താക്കൾക്ക് വലിയ സമ്മർദ്ദം നൽകുന്നുണ്ട്. പല കമ്പനികളും നിക്ഷേപം കുറയ്ക്കാനും ഉപഭോക്താക്കൾക്ക് അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കാനും സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടിലെ ആയിരക്കണക്കിന് കെയർ ലീവർമാർ തൊഴിൽ അവസരങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതായി റിപ്പോർട്ടുകൾ. ഇംഗ്ലണ്ടിൽ കെയർ ഹോമുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാതെ പോകുന്നു. തൊഴിൽ നൽകാൻ തയ്യാറാണെന്ന് പല സ്ഥാപനങ്ങൾ പറയുമ്പോഴും അവരുടെ നിയമന പ്രക്രിയകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ പലരും താൽപ്പര്യം കാണിക്കുന്നില്ലെന്ന് ഡ്രൈവ് ഫോർവേഡ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുന്നറിയിപ്പ് നൽകി. കെയർ ഹോമുകളിൽ നിന്ന് വരുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിലെ അന്തരം കാലങ്ങളായി നിലനിൽക്കുന്നതാണെന്നും ഇത് പരിഹരിക്കാൻ സർക്കാർ പ്രയത്നിക്കുമ്പോഴും ഫലപ്രദമായ നടപടികൾ ഉണ്ടാക്കുന്നില്ലെന്നും സംഘടന കുറ്റപ്പെടുത്തി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 19-നും 21-നും ഇടയിൽ പ്രായമുള്ള സംരക്ഷണ പരിചരണം ലഭിച്ച ഒരു 40% പേർ തൊഴിൽ, വിദ്യാഭ്യാസം, പരിശീലനം എന്നിവയില്ലാത്ത അവസ്ഥയിലാണ്. ഇത് സാധാരണ യുവജനങ്ങളിൽ
12.7% മാത്രമാണ്. UK-യിൽ 16-നും 24-നും ഇടയിൽ പ്രായമുള്ള 1 മില്യൺ യുവജനങ്ങളെ ഇതിനോടകം നീറ്റായി കണക്കാക്കുന്നു. സർക്കാർ പുതിയ തൊഴിൽ പദ്ധതികളും സബ്സിഡികളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നിയമന പ്രക്രിയകളിലെ അപാകതകൾ കാരണം പലരും തഴയപ്പെടുന്നു. നല്ല ജോലിക്കുള്ള യോഗ്യതകളുണ്ടായിരുന്നിട്ടും കെയർ ഹോമുകളിൽ വളർന്നു വരുന്നവരുടെ ജീവിതാനുഭവങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതിനാൽ പലപ്പോഴും അവർ പുറന്തള്ളപ്പെടുന്നു. ഇത് തിരുത്താൻ ലക്ഷ്യമിട്ട് ഡ്രൈവ് ഫോർവേഡ് ഫൗണ്ടേഷൻ ഒരു പുതിയ ടൂൾ കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. വോൾവർഹാംപ്റ്റൺ മലയാളി നിര്യാതനായി. വോൾവർഹാംപ്റ്റൺ മലയാളി സമൂഹത്തിലെ അംഗമായിരുന്ന ബോബിച്ചൻ ജോസഫ് അന്തരിച്ചു. ഡെഡ്ലി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വോൾവർഹാംപ്റ്റൺ മലയാളികൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. മരണാനന്തര ചടങ്ങുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് അറിയിക്കും. ഇറാൻ യുദ്ധത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതം കോബ്ര യോഗം വിളിച്ച് സ്റ്റാർമർ. ഇറാൻ യുദ്ധത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ ലേബർ പാർട്ടി നേതാവ് കീർ സ്റ്റാർമർ ഒരു കോബ്ര യോഗം വിളിച്ചു. യുദ്ധം കാരണം ഹോർമോസ് കടലിടുക്ക് തുറന്നു കിടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം US പ്രസിഡന്റുമായി സംസാരിച്ചു. യോഗത്തിൽ ചാൻസലർ, വിദേശകാര്യ സെക്രട്ടറി, ഊർജ്ജ സെക്രട്ടറി, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ എന്നിവർ പങ്കെടുക്കും. ഇറാന്റെ ആക്രമണങ്ങളെക്കുറിച്ച്, ഊർജ്ജ വിതരണത്തിൽ വന്ന തടസ്സങ്ങളും അവ ചെലവ് ചുരുക്കൽ സമ്മർദ്ദങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും യോഗത്തിൽ ചർച്ച ചെയ്യും. ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ലോകത്തിലെ എണ്ണ പ്രകൃതിവാതക വിതരണത്തിന്റെ ഏകദേശം 20% നടക്കുന്നുണ്ട്. ഇത് അടഞ്ഞുകിടക്കുന്നത് ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്തും. പണപ്പെരുപ്പം 5% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നു. UK-യിൽ പാചകവാതക വിലയിൽ ഈ വർഷം വലിയ വർധനവുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്ത് ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും ആവശ്യമെങ്കിൽ സർക്കാർ ഇടപെട്ട് ആവശ്യമായ സഹായം നൽകുമെന്നും ഹൗസിംഗ് സെക്രട്ടറി സ്റ്റീവ് റീഡ് പറഞ്ഞു. എങ്കിലും കാര്യങ്ങൾ വഷളായാൽ ഇന്ധനം റേഷനിംഗ് ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കെന്റിലെ മെനിഞ്ചൈറ്റിസ് വ്യാപനത്തിൽ കേസുകളുടെ എണ്ണം ആദ്യമായി കുറഞ്ഞു. കെന്റിലെ മെനിഞ്ചൈറ്റിസ് രോഗബാധയുടെ എണ്ണം ആദ്യമായി കുറഞ്ഞു. സ്ഥിരീകരിച്ചതും സംശയിക്കുന്നതുമായ കേസുകളുടെ എണ്ണം 29 കുറഞ്ഞതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച 2 പേർ മരിച്ചിരുന്നു. ഇതിൽ 21 വയസ്സുള്ള ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും ഒരു സ്കൂൾ വിദ്യാർത്ഥിയുമായിരുന്നു. UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി പറയുന്നതനുസരിച്ച് കൂടുതൽ പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ച ചില കേസുകൾ സംശയ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും 20 കേസുകൾ സ്ഥിരീകരിച്ച നിലയിലും 9 കേസുകൾ അന്വേഷണത്തിലുമാണ്. കെന്റിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായിരുന്നെങ്കിലും വാക്സിനേഷനും ആന്റിബയോട്ടിക് ചികിത്സയും ഫലപ്രദമായതിനെ തുടർന്ന് രോഗവ്യാപനം നിയന്ത്രിക്കാനായത്. പൊതുജനാരോഗ്യത്തിന് വലിയ ഭീഷണിയുണ്ടായിരുന്നില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുവരെ 9360 പേർക്ക് വാക്സിനേഷനും 12733 പേർക്ക് ആന്റിബയോട്ടിക് മരുന്നുകളും നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെങ്കിലും എല്ലാ സാഹചര്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ്. ബ്രിട്ടനിലെ ഏറ്റവും ലാഭകരമായ ബസ് ലൈൻ, പ്രതിദിനം 4200 പൗണ്ട് വരുമാനം. പ്രസ്റ്റൺ, ലങ്കൻഷെയർ എന്നിവിടങ്ങളിലെ കോർപ്പറേഷൻ സ്ട്രീറ്റിലെ ബസ് ഗേറ്റ് ഡ്രൈവർമാരിൽ നിന്ന് പ്രതിദിനം 4200 പൗണ്ട് വരെ വരുമാനം നേടുന്ന ബ്രിട്ടനിലെ ഏറ്റവും ലാഭകരമായ ബസ് ലൈനായി മാറിയിരിക്കുന്നു. ഈ സ്ഥലം പ്രതിവർഷം 47,176 പിഴകളാണ് ഈടാക്കുന്നത്. ഇത് രാജ്യത്തെ മറ്റേതൊരു ബസ് ലൈനേക്കാളും 13,000-ലധികം ഫൈനുകളാണ് ഈടാക്കുന്നത്. ഇത് കൗൺസിൽ ഖജനാവിലേക്ക് പ്രതിവർഷം 15,45,816 പൗണ്ട് സമാഹരിക്കുന്നു. 96 മീറ്റർ നീളമുള്ള ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് ഡ്രൈവർമാർക്ക് ഈ ഫൈനുകൾക്ക് വിധേയരാകുന്നു. പലരും സ്മോൾ സർക്കുലർ ഇൻഡിക്കേറ്ററുകളും റെഡ് റോഡ് അടയാളങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഭാഗത്ത് ബസ്സുകൾക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. നിയമം ലംഘിക്കുന്നവരെ 2 ക്യാമറകൾ നിരീക്ഷിക്കുന്നു. കോർപ്പറേഷൻ സ്ട്രീറ്റിലെ ബസ് ഗേറ്റ് മെയ് 2024 നടപ്പാക്കിയത്. ഇതിലൂടെ അംഗീകൃത ബസ്സുകൾ, ടാക്സികൾ, സൈക്കിളുകൾ എന്നിവ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. ഈ പിഴകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം റോഡ് മെയിൻ്റനൻസിനും സുരക്ഷാ മെച്ചപ്പെടുത്തലുകൾക്കുമായി ഉപയോഗിക്കുന്നതായി പ്രാദേശിക അധികൃതർ പറയുന്നു. എന്നിരുന്നാലും പല താമസക്കാരും ഇതിനെ കൗൺസിലിനുള്ള പണമുണ്ടാക്കുന്ന യന്ത്രമെന്ന് വിശേഷിപ്പിക്കുന്നു. ഈ പുതിയ നിയമം കാരണം ആളുകൾ പ്രസ്റ്റണിലേക്ക് വരുന്നത് കുറഞ്ഞതായും വിമർശനം ഉയർന്നിട്ടുണ്ട്. ചാഗോസ് ആക്രമണം 30 മണിക്കൂർ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് ആരോപണം.
ചഗോസ് ദ്വീപുകളിലെ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കാൻ 30 മണിക്കൂറിലധികം വൈകിയെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന് നേരെ ആരോപണം. അമേരിക്കൻ അധികൃതരാണ് ആദ്യം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിനുശേഷമാണ് ബ്രിട്ടീഷ് സർക്കാർ ആക്രമണത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചത്. കൺസർവേറ്റീവ് നേതാവ് കെമി പെഡ്നോക്ക് പ്രധാനമന്ത്രി സത്യം മറച്ചുവെക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതായി കുറ്റപ്പെടുത്തി. ദേശീയ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ രഹസ്യമായി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാർലമെന്റിനെയും പൊതുജനങ്ങളെയും അറിയിക്കേണ്ടതുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇറാൻ വ്യാഴാഴ്ച രാത്രിയിലും വെള്ളിയാഴ്ച പുലർച്ചെയുമായി 2 മിസൈലുകളാണ് ഡീഗോകാഷിയിലേക്ക് അയച്ചത്. ഇവ ലക്ഷ്യത്തിലെത്തിയില്ല. ഒരു മിസൈൽ US യുദ്ധക്കപ്പൽ തകർക്കുകയും മറ്റൊന്ന് കടലിൽ പതിക്കുകയും ചെയ്തു. ശനിയാഴ്ചയാണ് ബ്രിട്ടീഷ് സർക്കാർ ആക്രമണത്തെക്കുറിച്ച് സ്ഥിരീകരിച്ചത്. ഈ പ്രശ്നത്തിൽ സത്യസന്ധത പുലർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായി കെമി പെഡ്നോക്ക് പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷം പ്രതിസന്ധികളെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കുകയാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പ്രതികരിച്ചു. ഇറാന്റെ മിസൈലുകൾ ലണ്ടൻ, പാരീസ്, ബെർലിൻ തുടങ്ങിയ നഗരത്തിലെത്താൻ കഴിവുള്ളതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈനിക താവളങ്ങളെ സംരക്ഷിക്കാൻ തക്ക ശേഷിയുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി സ്റ്റീവ് റീഡ് അവകാശപ്പെട്ടെങ്കിലും മിസൈലുകൾ ഡീഗോകാഷിയുടെ എത്രത്തോളം അടുത്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. ഇറാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണ സാധ്യതകളെക്കുറിച്ചും ആശങ്കകളുണ്ട്. ക്യൂ മലയാളം UK ന്യൂസിലെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്താ വിശകലനങ്ങളും അപ്ഡേറ്റുകളും അറിയാൻ എല്ലാ ദിവസവും കാത്തിരിക്കുക. പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിൽ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി.